ഹലോ. അപ്പോൾ ഞാൻ പല്ല് തേക്കുക കേട്ടോ. രാവിലെ എണീറ്റ് വന്നു, പല്ലൊക്കെ തേച്ചു. എന്നിട്ട് ഞാൻ മുറ്റം നനയ്ക്കുക കേട്ടോ. മുറ്റടിക്കാൻ വേണ്ടിയിട്ട് മുറ്റം നനയ്ക്കുകയാണ്. മുറ്റം നനയ്ക്കാതെ നമുക്ക് അടിക്കാനേ പറ്റില്ല, കാരണം നല്ല പൊടിയാണ്. ഇപ്പോൾ പറയണ്ടല്ലോ, വേനൽക്കാലമല്ലേ, അത് കാരണം നല്ല പൊടി പാറും. പിന്നെ റോഡ് സൈഡാണ്, അത് കാരണം വണ്ടികളും അതൊക്കെ പോകുമ്പോൾ നല്ല പൊടിയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ തുടച്ചിട്ടാലും കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല പൊടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെള്ളമൊക്കെ നനച്ച് എന്നതിന് ശേഷം അടിക്കുകയാണ്. അടിക്കാനാണെങ്കിൽ കരടും അത്യാവശ്യം ഉണ്ടാവും. ഇപ്പോൾ വേനൽക്കാലമായ കാരണം നല്ലോണം ഉണ്ട് കച്ചറ. കാരണം മരങ്ങളൊക്കെ മുറ്റത്തിൻ്റെ ഓരോ സൈഡിലായിട്ടുള്ള കാരണം നല്ല വീഴും കേട്ടോ. പഴുത്തതും അതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ആയാലും നല്ലോണം ഇലകൾ കൊഴിയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം അടിക്കാനുണ്ടാവും കേട്ടോ കരട് മുറ്റത്ത്. ഫ്രണ്ട് ഭാഗത്തേ ഉണ്ടാവാറുള്ളൂ കൂടുതലും. അപ്പോൾ അതാ ഞാൻ മുറ്റൊക്കെ അടിച്ച് നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എണീറ്റ് വന്ന പാട് എന്ത് ചെയ്യും, ഇവിടെ കൊലായി നമ്മൾ ആദ്യം തുടച്ചിടും കേട്ടോ. പിന്നെയാണ് നമ്മൾ എന്താ പറയുക അകമൊക്കെ തുടയ്ക്കുള്ളൂ. എന്താ പറയുക, ഇത് ആദ്യം നമ്മൾ തുടച്ചിടും. മുറ്റടിക്കൽ കഴിഞ്ഞാൽ മുറ്റടിക്കണേക്കാളും മുന്നേ തുടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി നമ്മൾ അടിക്കുന്നതിനനുസരിച്ചിട്ട് കയറും. അത് കാരണം ആദ്യം മുറ്റടിക്കൽ കഴിഞ്ഞിട്ട് ഇത് തുടയ്ക്കാൻ നിന്നതാണ്. അപ്പോൾ മോനെ എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനും സമ്മതിക്കൂല കേട്ടോ. പിന്നാലെ നടന്നിട്ട് ഓൻ്റെ പിന്നാലെ നടക്കണം. അത് കാരണം ഓനെ എണീക്കിനേക്കാളും മുന്നേ അത്യാവശ്യമുള്ള പണികളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതാ തുട കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വോയിസ് എടുക്കുമ്പോൾ ഇവിടെ നായേൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത് നമ്മുടെ അലക്സേട്ടാ, അവിടെ കുരയ്ക്കുന്ന ശബ്ദമാണ്. പിന്നെ എന്താ പറയുക, ഞാൻ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം നനച്ചു കൊടുത്തു. വേനൽക്കാലമായ കാരണം നല്ല വാടുമല്ലോ, വെയിലട്ടിയാൽ നല്ല വാടും. അത് കാരണം നമ്മൾ രാവിലെ വൈകിട്ടും നനയ്ക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഇതാ മോനെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇത് ഒനൊറ്റയ്ക്ക് പല്ല് തേക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക കേട്ടോ. അതിനുള്ള കരച്ചിലാണ്. അപ്പോൾ ഞാൻ പിടിച്ചിട്ട് തേച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഇതാ ചായ കൊടുക്കാൻ നിൽക്കുക കേട്ടോ. അവന് പുട്ടും അതുപോലെ കടലക്കറിയും പിന്നെ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുട്ട ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ വെള്ള മാത്രമേ കഴിക്കുള്ളൂ, ഉണ്ണി കഴിക്കൂല കേട്ടോ. തീരെ ഇഷ്ടമല്ല. അല്ല, ഉണ്ണി കഴിക്കും, വെള്ള തീരെ ഇഷ്ടമല്ല. വെള്ള എന്താ പറയുക, ചോറിൽ എന്തിലെങ്കിലുമൊക്കെ കുഴച്ച് കൊടുത്താൽ കഴിക്കും, തന്നെ തീരെ കഴിക്കൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.